സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതോടെ മയ്യനാട് പഞ്ചായത്തിലെ കാക്കോട്ടുമല പ്രദേശം ഒറ്റപ്പെട്ടു. ലോക്ക്ഡൌണിന് മുൻപ് വരെ 4ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നുവരെ ഒരു ബസ്സും ഓടിയിട്ടില്ല. കാക്കോട്ടുമല പ്രദേശത്ത് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. സ്കൂളുകൾ, ദേശാഭിമാനി പ്രസ്, ഗവൺമെൻറ് പ്രസ്, കാനറ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥരെല്ലാം ബസ് ഇല്ലാത്തത് കാരണം ഓട്ടോറിക്ഷയിൽ പോകേണ്ട അവസ്ഥ. ഒരു കാലത്ത് KSRTC ബസ്സും ഓടിയിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് കൊല്ലത്ത് പോകണമെങ്കിൽ 2 കിലോമീറ്റർ നടന്ന് മയ്യനാട് ജംഗ്ഷനിൽ വന്നു വേണം പോകാൻ. ബസ് വേണ്ട 64 തുടങ്ങിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതിൽ ബസ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ബസ്സുണ്ട്. ലക്ഷ്മിന്ന് വേണ്ടൊരു ബസ്സാണ്. ബസ്സിൻ്റെ നമ്പരൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് പറയാം. അതിനെപ്പറ്റി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നടത്തി. എന്നാലും ഇന്നും ബസ് വരുന്നില്ല. ഇവിടെ വരുന്ന ബസ് ലക്ഷ്മിന്ന് വേണ്ട ഒരു ബസ്സായിരുന്നു. അത് കൊട്ടിയത്ത് വന്നു. ഇപ്പോൾ തിരിച്ചു പോകുന്നതായിട്ടാണ് അറിവ്. പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു 3-4 വർഷമായിട്ട് കാക്കോട്ടുമലയ്ക്ക് ബസ് സർവീസ് ഇല്ല. എവിടെ നിന്ന്? കൊട്ടിയം വഴി കൊല്ലം, തങ്കശ്ശേരി, കാക്കോട്ടുമല, കൊട്ടിയം ചവറ, കാക്കോട്ടുമല, കൊട്ടിയം മരത്തടി, കാക്കോട്ടുമല, കൊട്ടിയം കൊട്ടാരക്കര എന്നീ റൂട്ടുകളിലെല്ലാം പ്രൈവറ്റ് ബസ്സുകളും അല്ലാതെ തന്നെ 2 ട്രാൻസ്പോർട്ട് ബസ്സുകളും ഇവിടെ ഓടിക്കൊണ്ടിരുന്നതാണ്. കുറേ കാലമായിട്ട് ഇവിടെ ഈ ബസ്സുകൾ ഒന്നും തന്നെ ഓടുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഫാത്തിമ കോളേജ്, SM കോളേജ് അതേപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനുള്ള സൗകര്യവും ലഭിക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ അവർക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ വടക്ക് മാറി മയ്യനാട് ജംഗ്ഷനെ ആശ്രയിച്ചാണ് ഇപ്പോൾ വാഹനങ്ങളിലേക്ക് കയറി അവർ പല വാഹനങ്ങളിൽ കയറിയാണ് പല ഭാഗങ്ങളിലേക്കും പോകുന്നത്. ഞാൻ പുള്ളിച്ചെറിയിൽ നിന്ന് വരെ എനിക്ക് കാക്കോട്ടുമല പോകണ്ട. എനിക്ക് ബസ്സൊന്നും ഇല്ലാതെ കൊണ്ട് നടന്ന് ഞാൻ പോയി. 4-5 ബസ്സുകളുണ്ടായിരുന്നു. 2 ട്രാൻസ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഒരു ബസ്സും വരാറില്ല. ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെ? ആൾക്കാരൊക്കെ ഓട്ടോ പിടിക്കാണ്ട് വേറെ ഒരു വഴി ഇവിടെ ഇല്ല. ഇതിപ്പോൾ അത്യാവശ്യം ആശുപത്രിയിൽ പോകണമെങ്കിൽ, ഹോസ്പിറ്റലിൽ പോകണം, എന്തിനു വേണമെങ്കിലും നമുക്ക് ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അത് വഴിയില്ല. അടിയന്തരമായി പെർമിറ്റുള്ള ബസ്സുകൾ ഓടിക്കാൻ RTO ഇടപെടണമെന്നാണ് കാക്കോട്ടുമല നിവാസികളുടെ ആവശ്യം.